പൊന്നുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓരോ പാഠങ്ങൾ എടുത്തുകൊണ്ട് 5ാം ക്ലാസ്സിലെ ഓരോ കിതാബുകളിലെ പാഠങ്ങൾ എടുത്തുകൊണ്ട് മുൻ വർഷങ്ങളിൽ പൊതുപരീക്ഷയിൽ വന്ന ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ 5ാമത്തെ ഭാഗമാണിത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഇൻഷാ അല്ലാഹ് നമ്മുടെ 5ാമത്തെ ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വിചാരിക്കുന്ന പാഠം താരീഖിലെ 7ാമത്തെ പാഠമായ മക്ക വിജയമാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം മക്ക വിജയത്തിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് പൊതുപരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതെന്ന്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റൊക്കെ ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ് മക്ക വിജയത്തിൽ വന്ന ചോദ്യങ്ങൾ പരിചയപ്പെടാം. നോക്കൂ, 2018 ക്വസ്റ്റ്യൻ പേപ്പർ പൂർത്തിയാക്കാം. അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ എന്ന കുതിരയുടെ പുറത്ത് കയറി. ഏത് കുതിരയാണ്? നബി തങ്ങളുടെ കുതിരൻ്റെ പേരെന്താ? ഓർമ്മ ഉണ്ടോ? നബി തങ്ങളുടെ കുതിരൻ്റെ പേര് ബൈള അല്ലേ? നബി തങ്ങളുടെ ബൈള എന്ന കുതിരയുടെ പുറത്ത് കയറി അല്ലേ? ബൈള അല്ലേ? നബി തങ്ങളുടെ ഒട്ടകത്തിൻ്റെ പേര് കസ്വാണ്. നബി തങ്ങളുടെ കുതിരൻ്റെ പേര് ബൈള ആണ് അല്ലേ? സാരം എഴുതുക. ജാ അൽ ഹക്കു വ സഹക്കൽ ബാത്തിലു. അതിൻ്റെ അർത്ഥം എഴുതാനാണ്. ജാ അൽ ഹക്കു സത്യം വന്നു, വ സഹക്കൽ ബാത്തിലു അസത്യം നശിച്ചു, അല്ലെങ്കിൽ അസത്യം പൊളിഞ്ഞു അല്ലെ? സത്യം വന്നു, അസത്യം നശിച്ചു. 2021 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കൂ. ഹിജറ 8ാം വർഷം റമളാനിലാണ് എന്തുണ്ടായത്? ബദർ യുദ്ധമാണോ മക്ക വിജയമാണോ? രണ്ടും ഉണ്ടായിരിക്കുന്നത് റമളാൻ മാസത്തിലാണ്. ബദർ യുദ്ധം ഹിജറ 2ാം വർഷമാണ്, മക്ക വിജയം ഹിജറ 8ാം വർഷമാണ്. അപ്പോൾ ചോദ്യത്തിന് ഉത്തരം മക്ക വിജയം ആണ് അല്ലേ? ഹിജറ 8ാം വർഷം റമളാനിൽ ഉണ്ടായത് മക്ക വിജയമാണ്. അടുത്ത മക്ക വിജയത്തിൽ ഒരു വിഭാഗത്തിൻ്റെ നേതാവ് ആരായിരുന്നു? ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു അല്ലേ? നബി തങ്ങൾ ദീത്തുവ എന്ന സ്ഥലത്തെത്തിയപ്പോൾ സൈന്യത്തെ 2 വിഭാഗമാക്കി അല്ലേ? 2 വിഭാഗമാക്കി. ഒരു വിഭാഗത്തിന് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു നേതൃത്വം കൊടുത്തു, മറ്റൊരു വിഭാഗം നബി തങ്ങൾ തന്നെ നേതൃത്വം വഹിച്ചുകൊണ്ട് മക്കയിൽ പ്രവേശിച്ച കഥ അല്ലേ നമ്മൾ പഠിച്ചാണ്. മക്ക വിജയത്തിൽ ഒരു വിഭാഗത്തിൻ്റെ നേതാവ് ഖാലിദ് റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ എന്തായിട്ടുണ്ട്? വഫാത്തായി പോയിട്ടുണ്ട് അല്ലേ? 2022 ക്വസ്റ്റ്യൻ പേപ്പർ ജാ അൽ ഹക്കു വ സഹക്കൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂക. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ്, മനസ്സിലായില്ലേ? ഇതിന് അർത്ഥം ഇതാണ് അല്ലേ? സത്യം വന്നു, അസത്യം നശിച്ചു. തീർച്ചയായും അസത്യം നശിക്കുന്നതാണ്, അല്ലെങ്കിൽ പൊളിഞ്ഞു പോകുന്നതാണ്. ഇവയുടെ കൊല്ലവും മാസവും എഴുതുക. മക്ക വിജയം ഏത് വർഷമാണ്? ഏത് ഹിജറ വർഷമാണ്? ഏത് മാസമാണ്? മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഹിജറ 8ാം വർഷം റമളാനിൽ അല്ലേ? ഹിജറ 8ാം വർഷം റമളാൻ. 2023 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കൂ. മക്ക വിജയം നടന്ന മാസം ഏതാണ്? മുഹറാണോ, സഫറാണോ, റമളാനാണോ അല്ലേ? റമളാനാണ് അല്ലേ? മൻ ദഖല ദാറ അബി ഡാഷ് ഫഹുവ ഡാഷ് മൻ ദഖല ഡാഷ് ഫഹുവ ആമിൻ അല്ലേ? മൻ ദഖല ദാറ അബി സുഫിയാന ഫഹുവ ആമിനുൻ വമൻ ദഖലൽ മസ്ജിദ ഫഹുവ ആമിനുൻ. 2024 ക്വസ്റ്റ്യൻ പേപ്പർ ഹിജറ വർഷം ഏതാനാണ് അല്ലേ? മക്ക വിജയം നടന്നത് ഏത് ഹിജറ വർഷമാണ്? ഹിജറ 8 അല്ലേ? ഹിജറ 8ാം വർഷമാണ് മക്ക വിജയം നടന്നത് അല്ലേ? ഇനി വ്യക്തമാക്കുക. മക്ക വിജയ ദിവസം നബി തങ്ങൾ കഅബയുടെ അടുത്ത് വന്ന് പറഞ്ഞത് എന്താണ്? നമ്മുടെ കിതാബിൽ 2 വാക്കുകളാണുള്ളത്. ഒന്ന് മൻ ദഹല ദാറ അബി സുഫിയാൻ ഫഹുവ ആമിനുൻ വമൻ ദഹല ആ സംഭവങ്ങളെ അത് അബൂ സുഫിയാനോട് നബി തങ്ങൾ പറയാൻ വേണ്ടി നിർദ്ദേശിച്ചതാണ്. ഇവിടെ ചോദ്യം നബി തങ്ങൾ പറഞ്ഞാണ്. നബി തങ്ങൾ എന്താ പറഞ്ഞത്? ഖുൽ ജാ അൽ ഹഖു വ സഹക്കൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂക അല്ലേ? നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ വഖുൽ ജാ അൽ ഹഖു വ സഹക്കൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കിങ്ങനെ ഓരോ പാഠം ഇങ്ങനെ കുറച്ച് സമയം ഇതിനു വേണ്ടി ചിലവാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ഒരു ഉപകാരം എന്തായാലും നിങ്ങളുടെ പൊതുപരീക്ഷയ്ക്ക് ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കും നിങ്ങളുടെ പരിചയമുള്ള ആളുകളിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.